നമസ്കാരം. വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവ് കേസിൽ പിടികൂടിയതിന്റെ ഞെട്ടലാണ് കേരളം. തീ പിടിപ്പിക്കുന്ന സംഗീതവുമായി യുവത്വം ആഘോഷിച്ച വേടൻ അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടയിൽ രാസലഹരിക്കെതിരെ സംസാരിച്ചതും അറസ്റ്റിനോടൊപ്പം ചർച്ചയാവുകയാണ്. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്ന് 6 ഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. വേടനും മറ്റ് സംഘാംഗങ്ങളും ലഹരി ഉപയോഗിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 9.5 ലക്ഷം രൂപയും ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വേടനെയും ഫ്ളാറ്റിലൊപ്പം ഉണ്ടായിരുന്നവരെയും ഹിൽ പാലസ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പരിപാടി ബുക്ക് ചെയ്തതിന് ലഭിച്ച തുകയാണ് പണമെന്നാണ് വേടൻ വ്യക്തമാക്കിയത്. വേടനും റാപ്പ് ടീമിലെ സംഘാംഗങ്ങളും പരിശീലിക്കാൻ ഒത്തുകൂടുന്ന ഫ്ളാറ്റിലാണ് പരിശോധന നടന്നത്. രാവിലെ പോലീസ് എത്തുമ്പോൾ 9 പേരും വിശ്രമിക്കുകയായിരുന്നു. പിടിയിലായവരെല്ലാം വേടന്റെ റാപ്പ് ടീമിൽ ഉൾപ്പെട്ടവരാണ്. വേടനടക്കം എല്ലാവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഞ്ചാവ് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന കാര്യമടക്കം ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. ഇന്നലെ രാത്രിയാണ് വേടനടക്കമുള്ള 9 പേർ പരിപാടി കഴിഞ്ഞ് ഫ്ളാറ്റിലെത്തിയത്. കുറച്ചു ദിവസമായി ഇവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ജാമ്യം നൽകി വിടാനാണ് തീരുമാനം. കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നും അത് പുറത്തു പറയാനാവില്ലെന്നുമാണ് പോലീസ് അറിയിച്ചത്. യുവത്വം ആഘോഷിക്കുന്ന വേടൻ തൃശൂർ സ്വദേശിയായ ഹിരൺദാസ് മുരളിയാണ്. തീ പിടിപ്പിക്കുന്ന വരികളിൽ സ്ഫോടനാത്മക സംഗീതം നിറച്ച് വേടൻ പാടുമ്പോൾ ആനന്ദത്താൽ ആവേശത്താൽ ഇളകി മറയുന്ന യുവത്വമാണ് ഇന്നിന്റെ കാഴ്ച. പരമ്പരാഗത വഴികളിൽ നിന്നും മാറി റാപ്പെന്ന കൊടുങ്കാച്ചാൽ ഗായകൻ തീർത്തത് പുതുഗീതമാണ്. പാടിയും പറഞ്ഞും ലഹരിക്കെതിരെയും നീങ്ങിയ വേടൻ ഒടുവിൽ ലഹരി വലയിൽ കുടുങ്ങിയത് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച ഇടുക്കിയിലെ സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ നിന്ന് വേടനെ ഒഴിവാക്കിയെങ്കിലും സംസ്ഥാന സർക്കാർ പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്നു ഇയാള്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിശാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലും വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനും ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത്. തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്ന ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിനു പിന്നാലെയാണ് കേരളത്തിന്റെ യുവത്വത്തെ കാർന്നു തിന്നുന്ന ലഹരി കേസിൽ മറ്റൊരു സെലിബ്രിറ്റി കൂടി അറസ്റ്റിലാകുന്നത്. വേടന്റെ പരിപാടി കാണാൻ നിശാഗന്ധിയിൽ തടിച്ചുകൂടിയ യുവാക്കൾ അന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ പാകിയിരുന്ന ഓട് വരെ തകർത്തിരുന്നു. ഓടിന് മുകളിൽ കയറി പരിപാടി കാണാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണം. വേദിയിലെ പല കസേരകളും തള്ളിക്കയറ്റത്തിൽ തകർന്നു. ഓടിന് മുകളിൽ കയറി നിന്നവരോട് മുകളിൽ നിന്ന് ഇറങ്ങണമെന്ന പരിപാടി നിർത്തിവെച്ചാണ് വേടൻ ആവശ്യപ്പെട്ടത്. നിശാഗന്ധി ഓഡിറ്റോറിയം മറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന തകര ഷീറ്റുകൾ പൊളിക്കാനുള്ള ശ്രമവും വേടന്റെ ആരാധകർ നടത്തിയിരുന്നു. ഇതിനിടെ പലരും താഴെ വീണു. കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി വേടനെ കാണാൻ അവിടെ എത്തിപ്പെട്ടുപോയ മുതിർന്നവരും ഉണ്ടായിരുന്നു. ഉൾക്കൊള്ളാനാവുന്നതിലധികം ആൾക്കാരെ ഓഡിറ്റോറിയത്തിലേക്ക് കയറ്റിയതും യാതൊരു മുന്നൊരുക്കം നടത്താത്തതിനും സർക്കാരും അന്ന് പഴികേട്ടിരുന്നു. സിന്തറ്റിക് ലഹരി മാതാപിതാക്കളുടെ കണ്ണീരിന് കാരണമാകുമെന്നും വേടൻ പറയുന്നുണ്ടായിരുന്നു. ആരാധക ബാഹുല്യത്താൽ വേടന്റെ പരിപാടികൾ പാതി വഴിയിൽ നിർത്തുന്നത് സമീപകാലത്ത് പതിവായിരുന്നു. ലഹരി ഉപയോഗത്തിൽ വലയിലായതോടെ റാപ്പിലൂടെ വേടൻ പാടിയതിന്റെ നെല്ലും പതിനും തിരയുകയാണ് ആരാധകർ.